ഞാനേ എന്റെ കുഞ്ഞുമക്കളെയും കൂട്ടി സൗകര്യമെടുത്ത് പോകും. അത് ചോദിക്കാൻ നീ ആര്? ദേ, നിന്റെ വെളച്ചിലും കൊണ്ടേ എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. നീ വളരെ സൂത്രങ്ങൾ മെനയുന്ന ഒരു പെൺ ചെന്നായാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് വേണ്ട നിന്റെ അഭ്യാസം. അവളുടെ ഒരു ലോഹ്യം, മാംഗോ ജ്യൂസ്. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ യാമിനിയോട് ചോദിച്ചോളാം. നിന്റെ സഹതാപൊന്നും വേണ്ട കേട്ടോടി. നീ പോയി നിന്റെ പണി നോക്ക്. നിന്റെ കൾച്ചർ അല്ല എന്റെ കൾച്ചർ, മനസ്സിലായോ? അല്ലമ്മേ, ഞാനൊരു ജ്യൂസ് കൊണ്ടുവന്നതിന് ഇത്രയ്ക്കൊക്കെ ഇങ്ങനെ. Shut up. പോ. ആട്ടിൻതോലിട്ടിട്ട് എന്റെ മുന്നിൽ. വാ മേഡം. അമ്മേ, എന്താടാ? ദേ വരുന്നുണ്ട് നവദമ്പതികള്, കപ്പിൾസ്. ഓ, അവര് വരേ പോവേ എന്താന്ന് വെച്ച ചെയ്യട്ടെ, ഞാനൊന്നിനുമില്ലേ. ആ കിളവിയുടെ വായിലിരിക്കുന്നത് കേക്കണ്ടല്ലോ. അമ്മേ, എന്താ ഇതെന്താ തോൽവി സംബന്ധിച്ച് പിന്മാറുവാണോ? അങ്ങനെയാണെങ്കിലേ ഇവരുടെയൊക്കെ അടിമയെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ആരുടെ അടിമയായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ അവരുടെയൊക്കെ മുന്നിലേ തല കുമ്പിട്ട് ജീവിക്കാനേ ഞാനും തയ്യാറല്ല. പഴയ അംബികയായിട്ട് മാറാനേ എനിക്കൊരു മടിയുമില്ല. ഇല്ലാതാക്ക് ഞാൻ എല്ലാത്തിനെയും. ശേഖരേട്ടാ, അങ്ങോട്ട് നോക്കിയേ. ഋതുമോളെ, വാത്സല്യങ്ങ് നെയ്യാറ് പോലെ ഒഴുകുക പ്രവാഹം. ചെറിച്ച മോളെ, സുഖല്ലേ? സുഖം മോളെ. മോളെ, ഒരു ദൂരയാത്ര പോവാ. അതും എന്തുകൊണ്ടും ഒരു നല്ല കാര്യത്തിന്. അതിനു മുമ്പ് രണ്ടുപേരും കൂടെ വേഗം പോയി പ്രാർത്ഥിച്ചിട്ട് വാ. അമ്മമ്മ ഇപ്പൊ റെഡിയായി വരും. അതിനു മുമ്പ് പോയിട്ട് വാ. ശരി ചെറിയമ്മേ. ശരി മോളെ. വാ രാജു.